കർണാടക ധർമ്മസലയിലെ വ്യാജ വെളിപ്പെടുത്തലിൽ അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടിയെ ചുറ്റിപ്പറ്റി അന്വേഷണം. ഈ തലയോട്ടി ആരുടേതാണെന്ന് കണ്ടെത്താനാണ് SITയുടെ തീരുമാനം. തലയോട്ടിയിലുണ്ടായിരുന്ന മണ്ണ് ധർമ്മസലയിലെ മണ്ണുമായി യോജിക്കുന്നില്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വലിയ ഗൂഢാലോചന വെളിപ്പെടുത്തലിന് പിന്നിലുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. 2023 ഡിസംബറിൽ ഒരു സംഘം 2 ലക്ഷം രൂപ നൽകിയെന്ന് ചിന്നയ്യ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം കേസിന്റെ അന്വേഷണം NIAക്ക് കൈമാറുന്നതിൽ തെറ്റില്ലെന്ന വാദവുമായി കർണാടക പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സതീഷ് ജാർക്കവളി രംഗത്തെത്തി. നേരത്തെ BJPയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ 13 ഇടങ്ങളിൽ കുഴിച്ചിട്ട മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം പരിശോധനകൾ നടത്തിയിരുന്നു. എന്നാൽ 6-ാം നമ്പർ പോയിന്റിൽ നിന്ന് മാത്രമാണ് അസ്ഥിഭാഗങ്ങൾ ലഭിച്ചത്. ഇത് പുരുഷന്റേതാണെന്ന് കണ്ടെത്തിയിരുന്നു. 1995 മുതൽ 2014 വരെ കാലഘട്ടത്തിൽ സ്ത്രീകളുടേതടക്കമുള്ള നിരവധി മൃതദേഹങ്ങൾ താൻ വനമേഖലയിൽ കുഴിച്ചിട്ടുവെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയായ ഭീമയെന്ന ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ. ഇത് വിവാദമായതോടെയാണ് കോടതി നിർദ്ദേശപ്രകാരം കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി അന്വേഷണം ആരംഭിച്ചത്. വെളിപ്പെടുത്തൽ വ്യാജമെന്ന് തെളിഞ്ഞതോടെ SIT സംഘം ചിന്നയ്യയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ട്രൂ ലെൻസ്, ധർമ്മസല.